ഇതാണ് അപ്പോൾ നമ്മുടെ വീട്. ഇത് വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊന്നുമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട് പണി കഴിഞ്ഞ് പെയിൻ്റ് അടി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഏകദേശം ഇതുപോലെ എല്ലാം പൊട്ടി പോകുന്ന തുടങ്ങി. നമ്മൾ ഇത് കാണുന്നത് ആദ്യം അടിച്ച പെയിൻ്റാണ്. റിനോവേഷൻ കഴിഞ്ഞ വീടായിരുന്നു. അപ്പോൾ ആദ്യം അടിച്ച പെയിൻ്റാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പുട്ടിയിട്ട് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തത്. ആ പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോരാൻ തുടങ്ങി. ഈ കാണുന്ന ഇവിടെ ഫുള്ള് നമ്മൾ പുട്ടിയിട്ടിട്ട് വൈറ്റ് പെയിൻ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണുന്നതെല്ലാം പഴയ പെയിൻ്റാണ്. ആദ്യം വീട്ടിലുണ്ടായിരുന്ന അതേ പെയിൻ്റാണ് കേട്ടോ. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. തൊടുമ്പോഴത്തേക്കും അടന്നടന്ന് വരുന്നുണ്ടോ. ജസ്റ്റ് നമ്മളത് പൊളിച്ചെടുക്കാൻ പാകത്തിന്. അതിൻ്റെ പുട്ടിയും പെയിൻറ്റും കൂടി പൊളിഞ്ഞിട്ട് പഴയ പെയിൻ്റാണ് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നത്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാണണമെന്ന് അറിയില്ല. ഇതിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീടൊന്ന് പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയുണ്ട്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇങ്ങനെ വീട്ടിൽ സംഭവിക്കാറുണ്ടോ? ഇതുപോലെ ഫുള്ള് വൈറ്റ് പെയിൻ്റ് അടിച്ചേക്കണതാണ്. നമ്മൾ അവിടം വരെ വൈറ്റ് പെയിൻ്റ് അടിച്ചേക്കണമായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് ഫുള്ള് പൊളിച്ചല്ല പൊളിഞ്ഞ് വീഴുവാണ്. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഫുള്ളിങ്ങനെ കൊമ്മള പോലെ വന്നിട്ട് പൊളിഞ്ഞ് വീഴുവാണ്. അത് ഈ പെയിൻ്റ് അടിയുടെ പ്രശ്നമാണോ അത് ചൂട് കൂടിയതിൻ്റെ പ്രശ്നമാണോ? അപ്പോൾ നമ്മളിതൊക്കെ ഇനി പെയിൻ്റ് അടിക്കുമ്പം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയാവുമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇതിൻ്റെ അടി കാണുന്നതെല്ലാം നമ്മുടെ പഴയ വീടിൻ്റെ പെയിൻ്റാണ് ഈ കാണുന്നതൊക്കെ. അപ്പം ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് മൊത്തം ഇനി പെയിൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഈ മഴ കഴിയുമ്പോഴത്തേക്ക് പെയിൻ്റ് അടിക്കണം. നമ്മളപ്പോൾ ആ ടൈമിൽ ഇനി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നൊരു ഐഡിയ ഉണ്ട് ഈ പറഞ്ഞിട്ടുണ്ട്. ഈ താഴെയൊക്കെ നമ്മൾ ഫുള്ള് പെയിൻ്റ് അടിച്ചാറേ. എന്നാൽ അകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്നിടത്ത് അകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഈ മഴയൊക്കെ പെയ്ത് വെയിലൊക്കെ കൊള്ളുന്നിടത്താണ് ഇങ്ങനത്തെ പ്രശ്നം തന്നെ. പക്ഷേ കുറേ പഴയ വീടുകൾക്കൊന്നും ഞാൻ കണ്ടതിൽ ഇങ്ങനത്തെ ഞാൻ അന്വേഷിച്ചു. എല്ലാ വീടുകളിലൊന്നുമില്ല. ചില വീടുകളിലുണ്ട്, ചില വീടുകളിലില്ല. അതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നുള്ളത് പെയിൻറ്റിൻ്റെ കൂട്ടിൻ്റെ പ്രശ്നം. ഇപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇപ്പോൾ പുട്ട് ഇട്ടതിൻ്റെ കുഴപ്പമാണോ എന്തായിരിക്കും? എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ആഗ്രഹിച്ചൊരു വീടൊക്കെ പണിത് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ അത്രയും നന്നായിട്ടാണ് വീടുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു തുടങ്ങി. കുത്തിപ്പൊളിഞ്ഞ് വരാൻ തുടങ്ങി. വീടിൻ്റെ ഉൾവശത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എന്താ ഉൾവശത്തൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. പക്ഷെ പുറമെ കാണുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ കാർ പോർച്ചിൻ്റെ അവിടെ കണ്ടു ഇത് ഫുള്ള് ഒലിച്ച് വന്നേക്കണം. എന്താണ് സംഭവം എന്നറിയില്ല. കണ്ടോ, ഫുള്ള് പായലാണ്. ഫുള്ള് പായലും പിടിച്ച് വെള്ളം ഒലിച്ച് മുകളിൽ കാർ പോർച്ചാണ് കേട്ടോ. പോർച്ചിൻ്റെ മുകൾ വശമാണ്. കണ്ടോ, ഇതിപ്പോൾ ഇത്രയും പായൽ പിടിക്കുന്ന പെയിൻറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വന്നേക്കണമെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ കാണുവാണെങ്കിൽ ഇതിനൊരു കമൻറ്റ് ചെയ്യണം. ഇനിയും നമ്മൾ പൈസ കൊടുത്ത് ഇത് ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കൂടെ ഒരു ഉപകാരമായിരിക്കും. നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ അവർക്കും കാണാൻ പറ്റും. മാക്സിമം ഈ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതാണ് വീടിൻ്റെ ഒരു വൈഡ് വ്യൂ. നമ്മൾ പെയിൻ്റ് അടിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടത് എങ്ങനെയാണോ ഇപ്പം ഇരിക്കണം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വീട് മുഷിക്കും. അപ്പം അതിൻ്റെ കാരണം പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്കിനിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവാതല്ലോ. അതാണ് നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കണം. വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ വ്യൂ. റിനോവേഷൻ കഴിഞ്ഞ് നടന്നത് താഴെ ഒരു നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മുകളിലേക്ക് നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. ഓക്കെ.